ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും ദൈവനാമത്തിൽ വന്ദനം അറിയിക്കട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 17-ാം അധ്യായമാണ് നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. 16-ാം അധ്യായത്തിൽ ശിംശോനെക്കുറിച്ച്, അവൻ്റെ ജീവിത അവസാനത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. നാസർവ്രതക്കാരന് ദൈവത്താൽ വിളിക്കപ്പെട്ടവനുമായിരുന്നുവെങ്കിലും വളരെ ശോചനീയമായ ഒരു അന്ത്യം അദ്ദേഹത്തിന് ലഭിക്കത്തക്കവണ്ണമുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം ഇസ്രായേൽ പിന്നെ ന്യായാധിപന്മാരോ ഉണ്ടായിട്ടില്ല, രാജവാഴ്ചയുമില്ല. ആ സമയത്ത് നടന്ന ഒരു കാര്യമാണ് 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. മീഖ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അദ്ദേഹം തൻ്റെ മാതാവിൻ്റെ 1100 വെള്ളി നാണയങ്ങൾ മോഷ്ടിച്ചു. ആ മോഷ്ടിച്ചത് ആരെന്നറിയാതെ അവൻ്റെ അമ്മ അവിടെ ശാപവാക്കുകൾ പറയുന്നതായി നമ്മൾ കാണുന്നു. മോഷ്ടിച്ചത് ആരാണെന്നറിയാതെയും അതിന് സാക്ഷികളില്ലാതെയും ഇരുന്നാൽ അവരെ ശപിക്കുക എന്നുള്ളത് ഇസ്രായേലിലെ രീതിയായിരുന്നു. സംഖ്യാപുസ്തകം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇത് പറയുന്നു. നമ്മളിതിനു മുമ്പ് അത് ചിന്തിച്ചതാണ്. അതുകൊണ്ട് ഈ അമ്മ ഈ മകനെ ശപിക്കുകയും ഈ ശാപം കേട്ട മകൻ ഈ 1100 വെള്ളി നാണയം അമ്മയ്ക്ക് അവിടെ തിരികെ നൽകുകയും ചെയ്യുകയാണ്. അമ്മ അതുകൊണ്ട് എന്ത് ചെയ്തു നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് 2 വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയാണ്. ഒന്ന് കൊത്തുമണി കൊണ്ടും 2 വാർപ്പ് കൊണ്ടും. ഇസ്രായേലിൽ ന്യായാധിപന്മാരോ രാജവാഴ്ചയോ ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ജനം അവരുടെ ഇഷ്ടം പോലെ ജീവിക്കുന്ന, 6-ാം വാക്യം നമ്മൾ വായിക്കുന്നു, ജനം അവരവർക്ക് തോന്നിയതുപോലെ അവർ ജീവിക്കുന്നതായ ഒരു സാഹചര്യം. ശക്തമായ നേതൃത്വമില്ലാതെ വന്നാൽ ഏതൊരു സമൂഹത്തിനും വരുന്ന അധപ്പതനാവസ്ഥ നമുക്കിവിടെ കാണാൻ സാധിക്കും. പുറപ്പാട് പുസ്തകത്തിൽ 34-ാം അധ്യായത്തിലെ 17-ാം വാക്യത്തിലും 20-ന്റെ 4-5 വാക്യത്തിലൊക്കെ യഹോവയായ ദൈവം ശക്തമായി പറഞ്ഞിട്ടുള്ളതാണ്, ബിംബങ്ങൾ ഉണ്ടാക്കുകയോ അതിനെ ആരാധിക്കുകയോ ചെയ്യരുതെന്ന്. എന്നാൽ അതിന് വിരുദ്ധമായി ആ നാട്ടിലെ ജാതികളുടെ ഇടയിൽ അവർ ഇത് താമസിക്കുന്നു. ആ പട്ടണം വിഗ്രഹാരാധനയാൽ വളരെ സുപരിചിതമായ ഒരു പ്രദേശമായിരുന്നിരിക്കണം. അതുകൊണ്ട് എല്ലാ ജനങ്ങളും അങ്ങനെ ചെയ്യുമ്പോൾ ഇസ്രായേൽ ജനവും അവർക്ക് ആവശ്യമായ നേതൃത്വം ഇല്ലാത്തതിനാൽ, നേതൃത്വം നൽകാനുള്ള പുരോഹിതന്മാരോ രാഷ്ട്രീയ നേതാക്കന്മാരോ ഒന്നുമില്ലാത്തതിനാൽ അവരിഷ്ടം പോലെ അവർ ജീവിക്കുകയാണ്. ഇത് എല്ലാ കാലത്തും എല്ലാ സമൂഹത്തിലും വരാവുന്ന ഒരു ശോചനീയമായ അവസ്ഥയാണ്. അങ്ങനെ വന്നപ്പോൾ അവരവരുടെ ഇഷ്ടം പോലെ ജീവിക്കുകയും അമ്മ ഇവിടെ ബിംബമുണ്ടാക്കി അതിനെ ആരാധിക്കുകയും തൻ്റെ മകനെ അമ്മ പുരോഹിതനാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഇനിയും അതിൻ്റെ 6 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം തിരഞ്ഞെടുത്ത, അനുഗ്രഹിച്ച ഒരു ജനതയും ഒരു രാഷ്ട്രവുമാണ്. എന്നാൽ നേതൃത്വമില്ലാതെ വന്നപ്പോൾ അവർക്കുണ്ടായ അധപ്പതനാവസ്ഥ ഇന്ന് ഈ കാലത്തും ദൈവത്തെ അറിയുന്ന, ദൈവത്തിന് സമർപ്പിതമായ നേതൃത്വമില്ലാതിരിക്കുന്ന ഏതൊരു സമൂഹത്തിനും ഇതുപോലെ തന്നെ സംഭവിക്കാം. അത് വിശ്വാസപരമായാലും രാഷ്ട്രീയപരമായാലും സാമൂഹികമായാലും എവിടെയായാലും നേതൃത്വമില്ലാതെ വരുന്ന ജനം അവരവരുടെ ഇഷ്ടം പോലെ ജീവിക്കുന്ന സാഹചര്യം, അധപ്പതനാവസ്ഥ ഉണ്ടാകും. ഇവിടെ ഇപ്പോൾ സോദോം ഗോമോറായ്ക്ക് തുല്യമായൊരവസ്ഥ ഈ പ്രദേശത്തിനും ഇവിടെ വന്നു ചേരുകയാണ്. 7 മുതൽ 13 വരെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഒരു ലേവ്യൻ, പുരോഹിത ഗോത്രത്തിൽപ്പെട്ട ഒരു ലേവ്യൻ
ചുറ്റിത്തിരിഞ്ഞ് ഈ മീഖായുടെ ഭവനത്തിൽ വരികയും ഉപജീവനാർത്ഥം അദ്ദേഹം ഇവിടെ താമസിക്കാൻ തയ്യാറാവുകയും ചെയ്യുകയാണ്. ശമ്പളം പറ്റുന്ന ഉപജീവനാർത്ഥം ശുശ്രൂഷ ചെയ്യാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയെ നമുക്കിവിടെ കാണാൻ പറ്റും. ശുശ്രൂഷ, ദൈവികമായ ശുശ്രൂഷ ഉപജീവനാർത്ഥം ചെയ്യേണ്ടതല്ല. ശുശ്രൂഷ ചെയ്യുന്നവൻ അതുകൊണ്ടാണ് എന്നുള്ള സത്യം. പക്ഷേ ലക്ഷ്യം അതുകൊണ്ട് ജീവിക്കുക എന്നുള്ളതായാൽ വേറെ പല മാർഗങ്ങളും അതിനോട് ചേർന്ന് സ്വീകരിച്ചേക്കാം. ദൈവികമായ ശുശ്രൂഷ ധനസമ്പാദനത്തിനുള്ള മാർഗമായി ആരെ എപ്പോൾ കരുതുന്നുവോ അവിടെ അധപ്പതനാവസ്ഥ ആരംഭിക്കുമെന്നുള്ളതാണ്. അദ്ദേഹം ഈ മീഖായുടെ അടുത്ത് വരുന്നു, അവൻ്റെ ഭവനത്തിൽ താമസിക്കുന്നു. അവന് ശമ്പളം കൊടുക്കാമെന്നും വസ്ത്രം കൊടുക്കാമെന്നും അവന് കരുതാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ താമസിക്കുന്നതായ രീതി നമ്മൾ കാണുകയാണ്. പുരോഹിത ഗോത്രം പോലും ഉപജീവനാർത്ഥം അവിടെയും ഇവിടെയും ഓടി നടക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് ഇസ്രായേലിൽ ആ കാലത്തുണ്ടായതായി നമ്മൾ വായിക്കുകയാണ്. അത്രമാത്രം അതൊരു അധപ്പതനാവസ്ഥയിലേക്ക് ആ രാഷ്ട്രം പോയി എന്നുള്ളതാണ്. എന്നിട്ട് മീഖായോടെ ആശ്വസിക്കുന്നുണ്ട്, അങ്ങനെ ഒരു പുരോഹിതനെ, ഒരു ലേവ്യനെ ഞാൻ പുരോഹിതനായി വാഴിച്ച അദ്ദേഹം എൻ്റെ ഭവനത്തിൽ വസിച്ചാൽ എൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെടും. അതവരുടെ വിശ്വാസമാണ്. പക്ഷെ താൻ തന്നെയാണ് അവനെ പുരോഹിതനാക്കിയത് എന്നുള്ളത് അവൻ മറന്നുപോകുന്നു. അങ്ങനെ ആർക്കും സ്വയം ഏറ്റെടുക്കാവുന്ന ഒരു പദവിയല്ല ദൈവികമായ ശുശ്രൂഷ. കർത്താവ് സ്ത്രീഹന്മാരെ അയക്കുമ്പോൾ, പുനരുദ്ധാന ശേഷം അയക്കുമ്പോൾ പറഞ്ഞത്, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നുവെന്ന് പറഞ്ഞ് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ നൽകി. നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നു അത് മോചിക്കപ്പെട്ടും ആരുടേത് മോചിക്കാതിരിക്കുന്നുവോ മോചിക്കപ്പെടാതെയും ഇരിക്കുമെന്നുള്ള കെട്ടുവാനും അഴിക്കുവാനും ഒക്കെയുള്ള ഒരു നൽവരം നൽകി അവരെ അവിടെ ഫലമേൽപ്പിക്കുകയാണ്. അതിൻ്റെ പിന്തുടർച്ചയാണ് ഇന്ന് സഭയിൽ കാണുന്ന പൗരോഹിത്യ ശുശ്രൂഷ. അല്ലാതെ ആരെങ്കിലും ഒരു ദിവസം സ്വയം എഴുന്നേറ്റിട്ട് പുരോഹിത വസ്ത്രം ധരിച്ച് അവരുടേതായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അതാണിപ്പോൾ ഇസ്രായേലിൽ സംഭവിച്ചതാണ്. എത്രയോ കർശനമായ നിയമം പൗരോഹിത്യവുമായി ബന്ധപ്പെട്ടവർക്കുണ്ടായിരുന്നു. പക്ഷേ നേതൃത്വം നഷ്ടപ്പെട്ടപ്പോൾ ആരാധനയും ദൈവികമായ ശുശ്രൂഷകളും വൈകൃതമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ സമൂഹം കടന്നു വരുന്നു. ഇത് നമുക്ക് ഒരു വലിയ മുന്നറിയിപ്പാണ്, താക്കീതാണ് ഏത് സമൂഹത്തിനും. അതുകൊണ്ട് ദൈവികമായ കാര്യങ്ങൾ ദൈവികമായ അധികാരത്തോടും ആ പ്രാർത്ഥനയോടും അനുഭവത്തോടും പ്രവർത്തിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നോമ്പിലെ ദിവസങ്ങൾ സഭയിലെ വിഭാഗീയ ചിന്തകളും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് ശാശ്വതമായ സമാധാനം സഭയിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവം ശക്തമായി ഇടപെടുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും സർവശക്തനായ ദൈവം അതിന് സഹായിക്കുമാറാകട്ടെ.